ഇല്ല, അവൻ രാജിവെക്കില്ല. അവൻ രാജിവെക്കുമെന്ന് കരുതിയ നമ്മളാ മണ്ടന്മാർ. ചക്കരക്കുടത്തിലല്ലേ കൈയിട്ടിരിക്കുന്നത്. അധികാരത്തിന്റെ മത്ത് പിടിപ്പിക്കുന്ന സുഖം അവനും അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അച്ഛന് വേണ്ടി സ്വന്തം സുഖങ്ങൾ ഉപേക്ഷിക്കാൻ മാത്രം വിഡ്ഢിയൊന്നും അല്ലവൻ. സ്വന്തം കുടുംബത്തിൽ വരെ റെയ്ഡ് നടത്തി അവൻ പ്രശസ്തി പിടിച്ചു പറ്റിയില്ലേ? ഇപ്പൊ പത്രക്കാരും ചാനലുകാരും എന്തിന് പ്രതിപക്ഷം വരെ അവനെ പൊഴുത്തുകയല്ലേ? അവൻ നാട് നന്നാക്കുക എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമെന്ന ഒരു പരിഗണന ഇനി അവന് കൊടുക്കാൻ പാടില്ല. അച്ഛന്റെ മനസ്സറിയാൻ കഴിയാത്തവന് പടിക്ക് പുറത്താ സ്ഥാനം. അച്ഛൻ നോക്കിക്കോ, ഈ ചിറ്റാരിക്കര മണ്ഡലത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ ഉണ്ടാവും അച്ഛന് മത്സരിക്കാൻ വേണ്ടി. അച്ഛൻ മുഖ്യമന്ത്രിയാകുന്നത് എനിക്ക് കാണണം. എങ്ങനെ? പുരയ്ക്കുമേതെ ചാഞ്ഞു നിൽക്കുന്നത് പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിൽ പോലും അത് വെട്ടിക്കളയണമെന്ന പ്രമാണം. അവൻ ഇല്ലാതാകണം. എന്താ? എന്തു പറ്റി? ഞാൻ എടുത്തോളാം. ഹലോ ഉണ്ണി, 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 നീ എന്താടാ ഒന്നും ഉണ്ടാത്ത? അച്ഛാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ ഡൽഹിക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ നിൽക്കുക. എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് നീ പോയാൽ മതി. ഉടനെ എത്താം. അച്ഛനാ, ആ ശബ്ദത്തില് പഴയ സ്നേഹവും വാത്സല്യവും ഒക്കെ എന്നെ ഉണ്ണീന്ന് അച്ഛൻ പണ്ടെങ്ങും വിളിച്ച് കേട്ടതാ. പിന്നെ ഇപ്പോഴാ ഇങ്ങോട്ട് വരണുണ്ടെന്ന്. ഈശ്വര, ഞാൻ കാരണം നിന്റെ യാത്ര ബുദ്ധിമുട്ടായി അല്ലേ? ഇല്ല, ഞാനത് അടുത്ത ഫ്ലൈറ്റിനാക്കി. ഓഹോ, വരൂ അച്ഛാ. പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ നീ ഒന്ന് പകച്ചു. ഇനി എന്തിനുള്ള പുറപ്പാടാണോ എന്ന് ഓർത്തല്ലേ? അച്ഛൻ ഇനി ആർക്കും ഒരു തലവേദനയാവില്ല മോനെ. ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വൈകി. ശ്രമിച്ചില്ല. അധികാരത്തിന്റെ ലഹരിയിൽ പായായിരുന്നു ഇത്രയും കാലം. പ്രായമാകുന്നോറും കുട്ടികളുടെ മനസ്സാവുമല്ലേ? എന്ത് കണ്ടാലും സ്വന്താക്കണമെന്നൊരു മോഹം. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? മുന്നിലേക്ക് നോക്കിയപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു കാര്യം എനിക്ക് ബോധ്യായി. ഞാനെന്ന രാഷ്ട്രീയക്കാരൻ വെറും ഒരു വട്ടപൂജ്യമാണെന്ന്. എന്നിൽ അച്ഛൻ ഒരു മൃഗമായിരുന്നു എന്ന്. പ്രായശ്ചിത്തം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകുമെങ്കിൽ ഞാൻ മോന്റെ കാല് പിടിക്കും. അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. മതിയായി, എല്ലാം മതിയായി. ഞാൻ ഇന്ന് വരെ അഴിമതിയിലൂടെ ഉണ്ടാക്കിയതൊക്കെ സർക്കാരിന് തിരിച്ചു കൊടുക്കാൻ പോവാ. എന്നിട്ട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കണം. അച്ഛാ, അച്ഛനെ വിശ്വസിക്കടാ. ഇനി നിന്റെ അച്ഛൻ വിശ്വാസവഞ്ചനം കാട്ടില്ല. മതി, എനിക്കിത് മതി. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു അച്ഛനെ ഈശ്വരൻ എനിക്ക് തിരിച്ചു തന്നല്ലോ. അറിഞ്ഞോ അറിയാതെയോ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനൊരു അച്ഛൻ്റെ മകനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഇനി എൻ്റെ അച്ഛന് വേണ്ടി ഈ സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണ്ടടാ, എനിക്ക് മന്ത്രി ഒന്നും ആകണ്ട. നീ ആ ശരി, നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരാണ് ഇനി ഇവിടെ ഭരിക്കേണ്ടത്. അടുത്ത തലമുറ നിന്നെ മാതൃകയാക്കുന്നത് നിറഞ്ഞ മനസ്സോടെ എനിക്ക് കാണണം. എന്നിട്ട് ഇങ്ങനെ ഒരു മന്ത്രിയുടെ അച്ഛനായിട്ട് ഇനിയുള്ള കാലം അഭിമാനത്തോടെ എനിക്ക് ജീവിക്കണം. ആ മോളെ, വന്നു കയറിയ മഹാലക്ഷ്മിയെ ആട്ടിപ്പായിച്ചവനാ ഞാൻ. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ തരും. നന്നായി വരും. ഉണ്ണി, ഇപ്പൊ എനിക്ക് മനസ്സിന് എന്തൊരു സ്വസ്ഥതയാണെന്നറിയൂടാ. ഇനി എനിക്കെല്ലാം മറന്ന് സമാധാനമായിട്ട് ഉറങ്ങണം. വരട്ടേടാ. ആ
നീ ഡൽഹി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഉടൻ രണ്ടുപേരും തറവാട്ടിലേക്ക് താമസം മാറണം. മറ്റേ മോളെ ആ. ഹലോ. എപ്പോ? മുൻ വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ കാറപകടത്തിൽ കൊല്ലപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ശ്രീ ബി കൃഷ്ണകുമാറിന്റെ പിതാവാണ് കൊല്ലപ്പെട്ട ബാലഗംഗാധര മേനോൻ. സംഭവസ്ഥലത്തു നിന്നും ലോറി ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചിറ്റാരിക്കരയിലുള്ള സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. ഇതിപ്പോ ആക്സിഡന്റ് ആണോ കൊല്ലിച്ചതാണോ എന്ന് ആർക്കറിയാം? അധികാരം ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മകൻ തന്നെ കൊല്ലിച്ചതാണെന്ന് എല്ലാരും പറയുന്നേ. അയ്യോ, എന്നിട്ട് ആ സമയത്ത് ഒരു ഡൽഹി യാത്രയിൽ ആരും സംശയിക്കില്ലല്ലോ. അമ്മേ, അച്ഛനേക്കാൾ വലുതാണോടെന്ന് എനിക്ക് അധികാരം, മന്ത്രിസ്ഥാനം. അച്ഛനെ എതിർത്ത് ഒടുവിൽ നീ സ്വന്തം അച്ഛനെ. അമ്മേ, എനിക്ക് നിന്നെ കാണണ്ട, പോ എന്റെ മുമ്പിൽ നിന്ന്. ജോസഫേട്ടൻ അച്ഛൻ്റെ കൂടെ എങ്ങനെയാ? താനിതെങ്ങോട്ടാ? ഞാൻ അങ്ങോട്ടാ? അങ്ങോട്ട് അല്ല, ഇങ്ങോട്ട്. കയറോ വണ്ടിയില്. ഇങ്ങോട്ട് കയറോ. ആള് മാറിപ്പോയില്ലല്ലോ. ഞാൻ ജോസഫാ. തന്നോട് വണ്ടി കയറാനല്ലേ പറഞ്ഞേ? എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? കൊല്ലാൻ. വണ്ടി വിടറോ. 10-25 കൊല്ലം നിഴൽ പോലെ നടന്നതല്ലേ എൻ്റെ കൂടെ. താനുണ്ടാകണം ഇനി എന്നോടൊപ്പം. PA ആയിട്ടല്ല, നല്ലൊരു സുഹൃത്തായിട്ട്. സാറിന് വട്ടായോ? ഞാൻ ഉദ്ദേശിച്ച താനൊന്നും ഉദ്ദേശിക്കണ്ട. ഇത്രയും കാലം എനിക്ക് വട്ട് തന്നെയായിരുന്നു. ഇപ്പൊ തിരിച്ചറിവ് വന്നു. എൻ്റെ മോൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചിടും. എന്റെ ഈശോയെ, ഞാൻ എന്തായി കേൾക്കുന്നത്? ലക്ഷ്മിക്ക് സന്തോഷമായി കാണുമല്ലേ? അതല്ലേ രസം. ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. മകനും മരുമകളും പെട്ടെന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ അവൾ അന്തം വിട്ടു പോകും. ആ ഇടിയിൽ ഞാൻ തെറിച്ചുപോയി. അതൊരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആ ലോറി പിന്നോട്ടെടുത്ത ശേഷം പിന്നെയും കൊണ്ടുവന്നിടിച്ച എന്തിനാ? മനപ്പൂർവ്വം ആരോ ജയിച്ച പോലെ. സർ, ഒരു കാര്യം, ആ ലോറി ഡ്രൈവറും കിളിയും ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ
ആ ഗേറ്റ് ക്ലോസ് ചെയ്യൂ. ആരെയും വെളിയിലേക്ക് വിടണ്ട. Come on, round up, go fast. സാർ Come on. എന്താ Sorry, madam. Sir. ആ നോക്കോടെ. ആ നോക്കൂ. ആ ബാത്റൂമില്. ഏട്ടാ അയ്യോ എന്താ പ്രശ്നം എന്താ എന്താ Look there. എന്താ പ്രശ്നം അവിടെ ആരെങ്കിലും ഉണ്ടോ? ആര് പറഞ്ഞിട്ടാ നീ മേനോ സാറിനെ കൊന്നത്? പറയടാ. ഇവരിൽ ആര് പറഞ്ഞിട്ടാടാ നീ ഇവിടെ കയറി വിളിച്ചത്? പറയടാ. ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മേ എന്താ എന്താ ഇവിടെ? അമ്മേ, ഇവന് അച്ഛനെ എന്നിട്ട് ഈ വീട്ടിൽ തന്നെ. വേണ്ട, നീ നിന്റെ പോലീസും ചേർന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ വേഷം കെട്ടെങ്കിൽ അത് വേണ്ട. നിനക്ക് എന്ന് തുടങ്ങിയടാ നിന്റെ അച്ഛനോട് ഇത്ര സ്നേഹം? ദയവ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് ഞാൻ പോവൂ. ഈ ലോകത്ത് എന്റെ അമ്മയെ മാത്രം എനിക്ക് ബോധിപ്പിക്കണം ഞാനല്ല എന്റെ അച്ഛനെ കൊന്നതെന്ന്. പറയടാ, ആരടാ നിന്റെയൊക്കെ പിന്നില്? ആരടാ നിന്റെയൊക്കെ പിന്നില്? പറയടാ. പറയാൻ ആരടാ എന്റെ അച്ഛനെ കൊന്ന്? ഇവനെ തല്ലിക്കൊന്നാലും പറയില്ലടാ. എനിക്കറിയാം ആരാണെന്ന്. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഞാൻ പറയാം. ആ, നീ ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നു. ഇന്നലെ ശകലം ലേറ്റായി. ശരി, ഞാൻ കുറെ നേരം കാത്തിരുന്നായിരുന്നു. എന്താ രാവിലെ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. അമ്പലത്തിലേക്കോ? അതെ, 20 കൊല്ലങ്ങൾക്ക് ശേഷം. ആ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് പോയിരുന്നു. പരസ്പരം എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർത്തു. അവൻ വെറും പാവാ മോനെ, ശുദ്ധപാവം. ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധ. നമുക്കെന്താടാ ഭ്രാന്തായിരുന്നു? ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ഒടുവിൽ നമ്മുടെ ഉണ്ണിയെ ഓർക്കുമ്പോ തന്നെ സഹിക്കാൻ വയ്യ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ കോടികളുടെ കള്ളപ്പണം മുഴുവൻ സർക്കാരിന് തിരിച്ചേൽപ്പിക്കാൻ പോവാ. എന്താ നീ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ എന്നും അച്ഛനെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. അച്ഛൻ എന്തു പറയുന്നോ ഞാൻ അതുപോലെ ചെയ്യാം. ഇതുപോലെ തങ്കപ്പെട്ട മരുമക്കളെയും മോനെയും കിട്ടിയതാ എന്റെ സമ്പാദ്യം. ആ, എല്ലാം നല്ലതിനാണെന്ന് ഓർത്ത് സന്തോഷിക്കാം അല്ലേ? ആ പവി, അമ്പലത്തിൽ പോയതിന് ശേഷം ഞാൻ ആ വഴി തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ ഒരു പത്രസമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ന അഴിമതിക്കാരൻ്റെ കുറ്റസമ്മതം. എനിക്കിപ്പോൾ വേണ്ടത് മനസമാധാനമാണ്. മനസമാധാനം മാത്രം. സാർ ബെൻസേല്? വേണ്ടടോ, പഴയ ശീലങ്ങളൊക്കെ മാറ്റി നമുക്കിത് പോവാം. ശരി വാ. സാർ. വൈറ്റ് അംബാസിഡർ KL188888 എക്സ് മിനിസ്റ്റർ ബാലഗംഗാധര മേനോൻ. 8 മണിക്ക് മുമ്പേ കാർ നാഷണൽ ഹൈവേ വഴി വരും. കൊലപാതകമാണെന്ന് ഒരിക്കലും സംശയിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ തീർക്കണം. ഓക്കെ? ആ നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? അല്ല മോളെ, നിന്റെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, മനസമാധാനമാണ് വലുതെന്ന്. നിന്റെ അച്ഛന് മനസമാധാനം വന്നപ്പോ എനിക്കത് നഷ്ടപ്പെട്ടു. വർഷങ്ങൾ കൊണ്ട് ഞാൻ നേടിയത് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അയാൾക്കിപ്പോ ഭ്രാന്താ. മോനോട് ഒത്തുകൂടി എന്റെ ഭ്രാന്ത്. നീ ഒന്നും അറിഞ്ഞിട്ടില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ ശബ്ദിച്ചു പോകരുത്, കൊന്നോളയും ഞാൻ. ഇത് പുറലോകം അറിഞ്ഞ നീ നിന്റെ പുന്നാര മക്കളും പിന്നെ ജീവനോടെ ഭൂമിയിൽ കാണില്ല. മനസ്സിലായി?
അയാള് ദുഷ്ടനാ, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. ഞാനിത് പറഞ്ഞാൽ എന്നെ കുട്ടികളെ അയാള് കൊല്ലും. പറഞ്ഞില്ലെങ്കിൽ ഈ ജന്മം എന്റെ അച്ഛന്റെ ആത്മാവിനോട് പൊറുക്കില്ലടാ. മോനെ ഉണ്ണി, എന്നോട് പൊറുക്കടാ. ഹലോ, ആ സിംഗപ്പൂർ ഫ്ലൈറ്റിന് ഓക്കെ അല്ലേ? അടുത്ത ഫ്ലൈറ്റ് തന്നെ വേണം. ആ എന്ത് തെറ്റാ എന്റെ അച്ഛൻ നിന്നോട് ചെയ്തേ? എന്തിനാ എന്റെ അച്ഛനെ ഞാനെന്ത് ചെയ്തെന്നാ? നീ ഒന്നും ചെയ്തില്ലല്ലേ? സാർ 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 ആഹാ, അപ്പൊ ഏതാണ്ടൊക്കെ അറിഞ്ഞു അല്ലേ? പക്ഷെ ആ കൊലയ്ക്ക് പിന്നെ ഞാനാണെന്ന് നിനക്കൊരു കോടതിയിലും തെളിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്ലാൻഡ് ആയിരുന്നടാ മാത്. ഇനി നീയാണ് എനിക്ക് പ്രശ്നമെങ്കിൽ കൊല്ലും ഞാൻ. എന്നിട്ട് കാശെറിഞ്ഞൊരു ബിനാമിയെ കൊലയാളിയാക്കി നിയമത്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കും. സാർ 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 വെറുതെ എന്റെ യാത്ര മുടക്കരുത്. അത് ഓർക്ക് സാർ. ഉണ്ണി, ഞാനിത് ചെയ്തില്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നോ സർ, സാർ ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കേണ്ട ആളല്ല. നിങ്ങളെപ്പോലൊരു മന്ത്രിയെ ഈ നാടിന് ആവശ്യമാണ്. ജനങ്ങൾ അത്രമാത്രം പ്രതീക്ഷ സാറിന് അർപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് നന്മകൾക്ക് വേണ്ടി ഇത് നമുക്ക് മറക്കാം സാർ. അതെ സാർ. ഹോം മിനിസ്റ്ററെ പ്രതി കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി അറ്റാക്ക് ചെയ്തു. ആസ് എ സെക്യൂരിറ്റി ഓഫീസർ എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നു. CRPC 130, 131 FIR ക്ലോസ്ഡ്. കൃഷ്ണകുമാർ നന്നാവുന്നുണ്ടോ? തന്റെ ഭരണതന്ത്രങ്ങളും പരിഷ്കാരങ്ങളും വിചാരിച്ചില്ല ഇത്രയും. ഞാൻ ഭരിച്ചിരുന്ന മന്ത്രിസഭയില് തന്നെ പോലൊരു ചങ്കുറപ്പുള്ള മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ ഈ കേരളം റിയൽ ഗാഡ്സ് ഓൺ കൺട്രിയാണെന്ന്. പക്ഷെ ഇവിടെ ഡെവിൾസ് ഓൺ പീപ്പിൾ ആണ് സാർ കൂടുതൽ. ഒക്കെ ശരിയാവും, ശരിയാക്കണം. കുറച്ചു സമയവും ഒരുപാട് കാര്യങ്ങളും മെനക്കെടുത്തുന്നില്ല. നടക്കട്ടെ.
എന്റെ ജനസമ്പർക്കം ഇനി നിങ്ങളിലൂടെയാണ്. നിങ്ങൾ 4 പേരുടെ പിന്നിൽ 40 പേരുണ്ടാകണം. അവരുടെ പിന്നിൽ 4000, അവർക്ക് പിന്നിൽ 40,000. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് നാടിന്റെ മുക്കിലും മൂലയിലും നമ്മൾ ഓരോ യൂണിറ്റ് ഉണ്ടാക്കുന്നു. ഈ ചങ്ങലക്കണ്ണിയിലൂടെ ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ നമ്മൾ ഭരിക്കുന്നവരുടെ മുമ്പിലെത്തിക്കണം. അവയ്ക്ക് തീർപ്പുണ്ടാക്കണം. ലോകത്തെ അപ്പാടെ മാറ്റിമറിക്കാന്നുള്ള തെറ്റിദ്ധാരണയോടൊന്നുമല്ല, ജനങ്ങളിലുള്ള എന്റെ നേരിയ പ്രതീക്ഷ കൊണ്ട്. എന്താ, നമുക്കൊന്ന് ശ്രമിച്ചൂടെ? എല്ലാ സർക്കാർ ജോലിക്കാരെ പോലെ മന്ത്രിമാർക്കും MLA-മാർക്കും വേണം സാർ റിട്ടയർമെന്റ്. സാറിന് എത്ര വയസ്സ്? 67 എന്തിനാണ് ഗവൺമെന്റ് പെൻഷൻ പ്രായം 58 ആക്കിയെന്ന് അറിയോ? 58 കഴിഞ്ഞാൽ ബുദ്ധി മരവിച്ചുകൊണ്ടേയിരിക്കും. സാറിന് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. സാറിന് ഒരു കാര്യം അറിയാം, ഇന്ത്യ മഹാരാജ്യത്തെ ഒട്ടുമിക്ക ഭരണകർത്താക്കളും കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നവരാ. അല്ലെ സാറേ, നമുക്ക് ആ ഗുണ്ടാക്ട് ചെയ്ത പോലെ ഇതൊന്ന് ശരിയാക്കി പെട്ടെന്നൊക്കെ സീമാവെന്ന് പറഞ്ഞാ പിന്നെ സാറിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ. നീ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. എനിക്കിവിടെ ഇരിക്കപ്പുറത്തില്ല. എല്ലാവരും നിന്റെ പോലീസിനെ കൊണ്ട് തോറ്റുന്ന്. വില്ലന്മാരൊക്കെ വല്ലപ്പോഴും തോക്കട്ടെ സാറേ. പോലീസ് ഇവിടെ അഴിഞ്ഞാടുന്നു. നിരപരാധികളെ പോലും ഗുണ്ടയെന്ന് മുദ്രകുത്തി പോലീസ് പീഡിപ്പിക്കുന്നു. ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ തെറ്റായ പ്രചരണം മാത്രമാണ്. സത്യത്തിൽ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ന് പേടി കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. നിലയ്ക്കവും പഴക്കവും ചെന്ന മന്ത്രിമാർ കൃഷ്ണകുമാറിനെ കണ്ടുപിടിക്കണം. നിന്നെ ബുഷ് അന്വേഷിച്ചിട്ടോ? ഏത് ബുഷ്? അമേരിക്കൻ പ്രസിഡന്റ്. അതെന്തിന്? ഇതുപോലത്തെ ഒരു വിത്ത് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. വേറെ ഒന്നിനും അല്ല, പാകി മുളപ്പിക്കാനാ. ലീഡർഷിപ്പ് ഈസ് ആക്ഷൻ, നോട്ട് പൊസിഷൻ. നേതൃത്വം പ്രവർത്തനമാണ്, പദവിയല്ല.